ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ സാധാരണ ഈ കൊഞ്ച് ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു സംഭവമുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു സംഭവം ഇതിനകത്തുണ്ട്. ഇതൊരു കാരണവശാലും നമ്മൾ കുട്ടികളുടെ വയറ്റിലൊന്നും പോകാൻ പാടില്ല. ഈ കൊഞ്ച് എന്ന് പറയുന്നത് സംഭവം ഒരു കടലിലായിരുന്നാലും വളർത്തു കൊഞ്ചായിരുന്നാലും ശരി തന്നെ എന്തോ ഒരു കുറേ പോയിസണെല്ലാം ഇത് അബ്സോർബ് ചെയ്യുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അറിയാവുന്ന ആൾക്കാരൊക്കെ പറഞ്ഞാണ്, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇന്ന് ഇത് വാങ്ങിയപ്പോഴത്തേക്ക് സാധാരണ വീട്ടിലിത് എടുക്കാൻ മെനക്കെടാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം വീട്ടുകാരോടൊക്കെ പറയാറുണ്ട്, കാരണം ഇത് എപ്പോഴും എടുക്കണം, ഇതെടുത്ത് കളയണം. ഇതിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട്, ഇതിൻ്റെ ഈ സൈഡിലും ഉണ്ട്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് എടുക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ രണ്ട് സൈഡിലുമുള്ള ഈ കറുപ്പ് നിറത്തിലുള്ള ഒരു നൂല് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ പുറത്ത് വലിച്ചെടുത്ത് കളഞ്ഞാൽ ക്ലീൻ ആവും. ഇത് കുട്ടികളുടെയൊക്കെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര വയറുവേദനയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വസ്തുവാണ് ഇതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ചെടുത്താൽ വരുന്നതേ ഉള്ളൂ. ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിങ്ങനെ വലിച്ചെടുക്കാം. ചിലത് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഇത് നല്ല നീളമുള്ളതാണ്. ഇത്രയും നീളത്തിൽ കിടക്കുന്നതാണ്. ഇത് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഇതാണ്, ഇതിൻ്റെ വയറ്റിലുള്ള ഒരു സംഭവമാണ്. ഇത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഇത് മൊത്തം പോയിട്ടില്ല. അപ്പോൾ ഇതിൽ വീണ്ടും ഉണ്ട്. അപ്പോൾ വീണ്ടും അതെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ അത് കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാവൂ. ഒരുപാട് ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ ചെയ്യാവുള്ളെന്ന്. പക്ഷേ വീട്ടിൽ എല്ലാവരും ഇത് മെനക്കെടാറില്ല. കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് എല്ലാവരും എളുപ്പമാർഗത്തിൽ ഇതിനെ അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രോസസ്സ് വേണ്ട എന്ന് വിചാരിച്ചിട്ടേ. പക്ഷേ ഞാൻ പല പ്രാവശ്യവും എനിക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിത് പല പ്രാവശ്യവും ഈ കൊഞ്ച് കഴിച്ചതിന് ശേഷം ഒരു വയറുവേദന, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കെല്ലാം വയറിനൊരു ചെറിയ പ്രശ്നം പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആൾക്കാർ പറഞ്ഞു തന്നാലും നമ്മൾ എടുക്കാൻ ബുദ്ധിമുട്ട് കാരണം വീട്ടിൽ ഉള്ള ലേഡീസൊക്കെ ചിലപ്പോൾ ഇത് ബുദ്ധിമുട്ട് കരുതി അതിത് ചെയ്യാതിരിക്കും. പക്ഷേ ഇത് കാണുന്നവരെങ്കിലും ഇനി ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് അത്രയും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വലിയ ആൾക്കാരായിരുന്നാലും കുട്ടികളായിരുന്നാലും ശരി തന്നെ ഇത് ശരീരത്തിന് വളരെ ദോഷം ചെയ്യുന്നൊരു സാധനമാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇപ്പോൾ തന്നെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഇത് വയറ്റിൽ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനത്തെ തരത്തിലുള്ള ഒരു സംഭവമാണ്. അപ്പം ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങൾ കൊഞ്ച് മേടിക്കുന്ന സമയത്ത് ദയവായി ചെമ്മീൻ എന്നൊക്കെ പറയും, ഞങ്ങളിവിടെ കൊഞ്ചെന്നാണ് പറയുന്നത്. തിരുവനന്തപുരം സൈഡിലെല്ലാം കൊഞ്ച് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മറ്റു സ്ഥലങ്ങളിലെല്ലാം വേറെ പലതും ആയിരിക്കും പറയുന്നത്. ഇതാണ് സംഭവം. ഇത്രയും വലുതാണ്, ഒരുവിധം മീഡിയം കൊഞ്ചാണ്. ഇത് ഒരുപാട് വലിയ കൊഞ്ചല്ല, എന്നിട്ട് പോലും ഇതിൽ ഉള്ള ഇതിൻ്റെ വലിപ്പം വലുതാണ്. ഇത് പ്രത്യേക തരത്തിലുള്ള വല്ല ഫംഗസോ ബാക്ടീരിയയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷേ ഇത് കഴിച്ചുകൂടാ എന്നുള്ളത് മാത്രം അറിയാം. കാരണം അത് ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞ് തന്നതുകൊണ്ട് ഇന്ന് ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്തതാണ് ഞാൻ. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്തുമാത്രം ഡേഞ്ചറായിട്ടുള്ള സാധനമാണ് ഇതെന്നുള്ളത്. ഇതൊരു പായൽ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണിത്.
ഇത് ഇത്രയും കൊഞ്ചിൻ്റെ അകത്ത് ഇരുന്ന ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കൊഞ്ചിനകത്ത്. നമ്മൾ ഇതെല്ലാം നമ്മുടെ വയറ്റിൽ പോകേണ്ടതാണ്. കുഞ്ഞുങ്ങളുടെയൊക്കെ വയറ്റിലാണ് പോകുന്നതെങ്കിൽ ഇത് വളരെ അവർക്ക് വയറുവേദന പോലെയുള്ള വൈകാരികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കൊഞ്ച് വാങ്ങിക്കുമ്പോൾ അല്പസമയം ഇതിന് വേണ്ടിയിട്ട് മെനക്കെടാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ കുട്ടികൾ നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതല്ല, പൈസ പോകുന്നതല്ല. പക്ഷേ പൈസ നമ്മൾ കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. മാത്രമല്ല ആരോഗ്യം നമ്മൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കൂടെ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. നമ്മുടെ മക്കളുടെ ആരോഗ്യം നോക്കുന്നവർ തന്നെ മറ്റാൾക്കാർക്കും ഒരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇതറിയാവുന്ന ആൾക്കാരുണ്ടാവും. ചിലത് വളരെ ചെറുതാണ്, ചിലത് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയായിരിക്കും, പക്ഷേ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. മിക്കവാറും ഉള്ളവർക്ക് അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഞാനിത് ഇങ്ങനെ ഒരു സംഭവം ഇത്രയും ഒരുപാട് സമയം എടുത്തു, ഏതാണ്ട് അരമണിക്കൂറിന് അടുപ്പിച്ച് എടുത്തിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്തത്. അത്രയ്ക്കും സമയം വേണ്ടി വന്നു. പക്ഷേ അത്രയും സമയം വേണ്ടി വന്നെങ്കിലും ഇത് കുഴപ്പമില്ലല്ലോ. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കഴിക്കാം. ഭക്ഷണം തയ്യാറാക്കുമ്പോഴത്തേക്ക് ഇതിപ്പം കുറച്ച് സമയം നമുക്ക് ഉണ്ടെന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഇനി ഇതുപോലുള്ള വേറൊരു വീഡിയോയുമായി ഇനിയും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.